അശ്വതി അമ്പലനടയിലാണ് ഉള്ളത്. അവിടെ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ് ഇപ്പോൾ? എല്ലാവരും ഒക്കെ ദർശനം പൂർത്തിയാക്കി പൊങ്കാലക്കാലത്തിനടുത്തേക്ക് പോയി തുടങ്ങിയോ? സമയം കടന്നു പോവുകയാണല്ലോ. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. ഇപ്പോൾ പ്രാർത്ഥനാ നിർഭരമാണ്. എല്ലാവരുടെയും മനസ്സ് ഇങ്ങോട്ടേക്ക് എത്തുന്നു. ഇവിടേക്ക് ഫിസിക്കലി എത്താൻ കഴിയാത്തവർക്ക് പോലും അവരുടെ മനസ്സ് ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഒന്ന് വന്ന് കണ്ടു തൊഴാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇവിടെ വന്ന് മടങ്ങിയവരെയൊക്കെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. ഇവിടെ പോലീസിന്റെ ഒരു ക്രമീകരണങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. ഇവിടെ നടപ്പന്തലിൽ നിന്നാലേ അകത്ത് കയറി കാണാൻ പറ്റുള്ളൂ. തീർച്ചയായും കാരണം അത്തരത്തിലൊരു കാത്തിരിപ്പാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നടപ്പന്തലാണ്. ഈ നടപ്പന്തലിൽ എത്രയോ കിലോമീറ്റർ ദൂരെ ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഈ ആറ്റുകാലമ്മയെ കാണാനായി. റോഡിലേക്ക് വരെ ആ ക്യൂ നീണ്ടു നിന്ന് 2 ദിവസമായിട്ട് നമ്മൾ ആ ക്യൂ അങ്ങനെ തന്നെ കാണുകയാണ്. നമുക്ക് സംശയം തോന്നുന്നത് നീങ്ങുന്നില്ലേ എന്ന്. പക്ഷെ പുതിയ ആളുകൾ വരുന്നു, അവർ മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നു. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോകാമെന്ന് തോന്നുന്നു. അവിടെ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുന്ന കാഴ്ച, എത്ര നേരം വേണമെങ്കിലും ഞങ്ങൾ നിന്നോളാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എവിടുന്നാ ശബ്ദമില്ല, പക്ഷെ അമ്മയെ കാണാൻ വേണ്ടി പനിയാണ്. പക്ഷെ പൊങ്കാലിടാൻ വേണ്ടി വന്നു. തിരുവനന്തപുരം തന്നെയാണോ? കല്ലറ. ശരി. എവിടുന്ന? ശാസ്താംകോട്ട, കൊല്ലം ശാസ്താംകോട്ട. എല്ലാ തവണയും വരാറുണ്ട്. ഇത്തവണ വന്നു. തിരക്ക് അസാമാന്യമായ തിരക്കാണ്. നമുക്ക് പറയാൻ പറ്റത്തില്ല. അമ്മയുടെ കാറിന് അത്രക്കല്ലയോ. ക്യൂവിൽ കയറിയിട്ട് എത്ര നേരമായി? ഇപ്പൊ 1/2 മണിക്കൂർ ആയതേ ഉള്ളൂ. കുറച്ച് നേരത്തെ മൂവ് ഇന്ന് വലിയ തിരക്കില്ല. ഇന്നത്തെ അത്രയും തിരക്ക് വരാൻ സമയമാകുന്നതേ ഉള്ളൂ. ആൾക്കാർ എവിടെ കിട്ടി? പവർ ഹൗസിന്റെ അല്ല, നമ്മൾ തൊട്ട് തക്കേപ്പുറത്ത് ഒരു വീടുണ്ടായിരുന്നു. ഇപ്രാവശ്യം അവിടെ ഇട്ടെന്ന് വെച്ചാൽ പോകുന്ന സൗകര്യത്തിന് വേണ്ടി ആ ഒരു ഭാഗത്തേക്ക് നമുക്കൊരാൾ നമ്മൾ ഓരോ തവണ വരുമ്പോഴും എക്സ്പീരിയൻസ്ഡ് ആവുകയാണ്. അതുകൊണ്ട് അറിയാം സ്ഥലമൊക്കെ അല്ലേ? അതറിയാം തീർച്ചയായും. കഴക്കൂട്ട മണക്കാട് മാർക്കറ്റിന്റെ അടുത്ത്. ഒരുപാട് പേരുണ്ടോ? നിങ്ങൾ ഒരുമിച്ചാണോ? നമ്മൾ രണ്ടുപേരെ വന്നോളൂ. വീട്ടിലെ കാര്യമൊക്കെ വീട്ടില് ആണുങ്ങൾ നോക്കും. വീട്ടിലെ എല്ലാ കാര്യങ്ങളും പ്രതീക്ഷ ആണുങ്ങളാണ് നോക്കുന്നത് കേട്ടോ. ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഒരു സമയത്ത് അതിന്റെ ചുമതല മുഴുവൻ ആണുങ്ങൾക്കാണ്. കാരണം ഇവർക്ക് ആഹാരം ഉണ്ടാക്കുക, മറ്റു കാര്യങ്ങളൊക്കെ അത് ആ ഒരു ദിവസത്തിന്റെ കൂടി ഒരു പ്രത്യേകതയാണ്. എന്നിട്ട് പൊങ്കാല പായസമൊക്കെ ആയിട്ട് വൈകുന്നേരം ചെല്ലും. ഇതിങ്ങനെ തുടർച്ചയായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അത് കാണാൻ. നോക്കൂ, നടപ്പന്തൽ ഇങ്ങനെ ഓടി അമ്മയെ കണ്ടു തൊഴാൻ വേണ്ടി. അതെ, ഒരു സംഘം ആളുകൾ ഒരുമിച്ചെത്തുന്നതുണ്ട്. അവർ ചിലപ്പോൾ ഒരുപോലെ യൂണിഫോം ഒക്കെ ധരിച്ചായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മൾ കാണുന്നത് ഓടി അങ്ങോട്ടേക്ക് ഒന്ന് നീങ്ങുമ്പോൾ ഇപ്പോൾ ക്യൂ വളരെ പെട്ടെന്ന് തന്നെ നീങ്ങുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. അവിടെ തൊഴാനുള്ള സമയം എന്തായാലും കുറച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അമ്പലനടയിലാണ്. ഇപ്പോഴും അവിടെ ആളൊഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്യൂ ക്രമീകരിച്ചിട്ടുണ്ട്. ആ വരികളിലൂടെ ഇപ്പോഴും വലിയ തിരക്ക്, വലിയൊരു ഒഴുക്ക് തന്നെ ഉണ്ടാവുകയാണ്. ഒന്ന് പെട്ടെന്ന് പോയി കണ്ട് തിരികെ പൊങ്കാലക്കലങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന ഇടത്തേക്ക് പോകാനുള്ള തിരക്ക് തന്നെയാണ് നമുക്കവിടെ കാണുന്ന ഓരോരുത്തരിലേക്കുമുള്ളത്. കുപ്പിപ്പിടിച്ച കൈകളാണ്. പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടാണ് ഓരോ ചുവടും അവർ മുന്നോട്ട് വെക്കുന്നത്. അമ്പലത്തിന് മുന്നിലേക്ക് എത്തുന്നത്, അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്, ശേഷം തിരികെ പോകുന്നത്. എല്ലാം ഇനി 9:15 കൂടിയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ ശുദ്ധപുണ്യാഹം നടക്കുക.